മണാലി പോയപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു പാക്കേജ് എടുത്തിട്ടാണോ പോയത്, ടോട്ടൽ എക്സ്പെൻസ് എത്രയെന്ന്. ആക്ച്വലി ഞാൻ പാക്കേജ് ഒന്നും എടുത്തിട്ടല്ല പോയത്, ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ്. ഉച്ചയ്ക്ക് 1:30 എറണാകുളത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മംഗളാദ്വീപ് എക്സ്പ്രസ്സിനായിരുന്നു ഞാൻ കയറിയത്. എനിക്ക് തത്കാൽ ടിക്കറ്റ് 2950 രൂപയായിരുന്നു റേറ്റ് വന്നത്. ട്രെയിനിലെ 2 ദിവസത്തെ ഫുഡിനായിട്ട് എനിക്കൊരു 500 രൂപയാണ് ആയത്. മൂന്നാമത്തെ ദിവസം കറക്റ്റ് നിസാമുദ്ദീനിലെത്തി. ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് നമ്മൾ 150 രൂപയുടെ ഈ ഒരു ബിരിയാണിയും കഴിച്ച്. ഓൾറെഡി നമ്മൾ ആപ്പിൽ കൂടെ ബുക്ക് ചെയ്ത് IRTC ആപ്പിൽ കൂടെ ബുക്ക് ചെയ്ത് റിട്ടയറിംഗ് റൂമിൽ കയറി ഫ്രഷായി കാശ്മീരി ഗേറ്റിലോട്ടാണ് പോകുന്നത്. നിസാമുദ്ദീൻ ടു കാശ്മീരി ഗേറ്റ് വരെ നമുക്ക് ഊബർ ചാർജ് വരുന്നത് 220 രൂപയായിരുന്നു. കാശ്മീരി ഗേറ്റ് ടു മണാലി വരെ നമുക്ക് ബസ് ടിക്കറ്റ് ചാർജ് വന്നത് 950 റുപ്പീസ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് മണാലി ബസ് സ്റ്റാൻഡിലെത്തി നമ്മൾ 100 രൂപ ടാക്സി ചാർജും കൊടുത്ത് നമ്മുടെ റൂമിലോട്ട് വന്നു. 1500 രൂപയായിരുന്നു നമുക്ക് 1 ഡേ റൂം റെൻറ്റിനായിട്ട് വരുന്നത്. മണാലി ചെന്നിട്ട് ഓരോ സ്പോട്ട് കറങ്ങാനായിട്ട് നമുക്ക് 1 ഡേ റെൻറ്റിന് എടുക്കണമായിരുന്നു. ഈ ഒരു വണ്ടിക്ക് 500 രൂപയാണ് റെൻറ്റ് വന്നത്. 1 ഡേ റെൻറ്റിനെടുത്ത് ഫസ്റ്റ് നമ്മൾ പോയത് ഹഡിംബ ടെമ്പിളിലായിരുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പാസ്സൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് അവിടുന്ന് പോയത് 25 രൂപ പാസ് വരുന്ന ഈ ഒരു ക്ലബ് ഹൗസിലോട്ടാണ്. ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഒരുപാട് നല്ല സ്പോട്ട് ഉണ്ട് കേട്ടോ. ക്ലബ് ഹൗസിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് വാൻവിഹാർ എന്ന് പറയുന്ന ഈ ഒരു പാർക്കിലാട്ടോ. ഇവിടെ നമുക്ക് പെർ ഹെഡ് 50 റുപ്പീസാണ് വരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിനകത്തൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. 500 രൂപയ്ക്ക് വണ്ടി റെൻറ്റിന് എടുത്തിട്ട് നമ്മൾ സോലങ് വാലി അടട്ടണലൊക്കെ പോകാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി അന്ന് 3 ദിവസത്തേക്കിന് സ്ട്രൈക്ക് ആയതുകൊണ്ട് അതെല്ലാം ക്ലോസ് ആയിരുന്നു. ഈ കാണുന്ന ഡ്രസ്സിന് എനിക്കൊരു 20 രൂപയായിട്ടോ റേറ്റ് ആയത്. അത് കഴിഞ്ഞ് നമ്മൾ സോലങ് വാലി കയറാതെ വിഷമിച്ചിരുന്ന സങ്കടത്തിൽ അവിടെ തന്നെ 50 രൂപ പെർ ഹെഡ് പാസ് വരുന്ന രീതിക്ക് ഈ ഒരു സ്പേസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഇതിന് നമുക്ക് 50 രൂപ പെർ ഹെഡ് വന്നു. ഈ ഒരു ആക്ടിവിറ്റിക്ക് 200 രൂപ പറഞ്ഞു. 100 രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. കുറേ നേരം മഞ്ഞത്തൊക്കെ കളിച്ച് പാവക്കുട്ടിയൊക്കെ ഉണ്ടാക്കി മഞ്ഞൊക്കെ തിന്നു നോക്കി. പിന്നെ ഞാൻ പോയത് സിപ്പ് ലൈൻ ട്രൈ ചെയ്യാനായിട്ടാണ്. പെർ ഹെഡ് 300 റുപ്പീസ് ആയിരുന്നു സിപ്പ് ലൈൻ വന്നത്. അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണിത്. മഞ്ഞത്തൊക്കെ കളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മാഗിയും കോഫിയൊക്കെ കുടിച്ച് ജോഗിനി വാട്ടർഫോൾസ് കാണാനായിട്ടാണ്. ഈ മല മൊത്തത്തിൽ കയറി ഇറങ്ങണമല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. 40 മിനിറ്റിൻ്റെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇരുന്നിരുന്ന് മടുത്ത് പണ്ടാരം അടങ്ങി നമ്മൾ ഫൈനലി ജോഗിനി വാട്ടർഫോൾസിലെത്തി. ഇവിടെ നമുക്ക് ഫ്രീ എൻട്രി പാസ് ആയിരുന്നു കേട്ടോ. 40 മിനിറ്റ് ഇരുന്നിരുന്ന് വന്നെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ അടാറ് വാട്ടർഫോൾസ് ആയിരുന്നു. ഒരു സൈഡിൽ വാട്ടർഫോൾസ് ആണെങ്കിലും നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിൽ വരുന്നത് മൊത്തത്തിൽ മഞ്ഞുമലയാണ്. ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ജോഗിനി വാട്ടർഫോൾസ്. ജോഗിനി വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ പോയത് ബുദ്ധ ടെമ്പിളിലായിരുന്നു. ഇവിടെ നമുക്ക് ഫ്രീ എൻട്രി ആയിരുന്നു കേട്ടോ. പാസ്സൊന്നും പ്രത്യേകിച്ച് നമ്മൾ കാശൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് തന്നെ 3 അമ്പലമുണ്ട്. 3 അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. മൂന്നാമത്തെ ദിവസം നമ്മൾ മൊത്തത്തിൽ ഹിമാലയൻ ഫുഡ് ട്രൈ ചെയ്യാനായിട്ടാണ് പോയത്. 150 രൂപയുടെ ഈ ഒരു സിദ്ധു ആയിരുന്നു ഫസ്റ്റ് കഴിച്ചത്. എനിക്കത് ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ് നമ്മൾ 80 രൂപയുടെ ഈ ഒരു ജിലേബി അടിപൊളി സാധനമായിരുന്നു. നല്ല ക്രിസ്പിയായിട്ട് ചൂടോടെ അവർ നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അത് ഞാൻ കഴിച്ചു. കുറച്ച് നേരം ടൈം എടുത്ത് തന്നെ കഴിച്ചു തീർത്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവരുടെ ഒരു സ്പെഷ്യലിറ്റി ഉണ്ട്, ഇഞ്ചിയും ഏലക്കായും ഒക്കെ ഇട്ടത്. അത് നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് 250 രൂപയുടെ ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് 100 രൂപയുടെ ഈ ഒരു മോമോസ് ആണ് കഴിച്ചത്. വെജിറ്റബിൾ ആണ്, എനിക്ക് ഇഷ്ടമായില്ല. നമ്മുടെ നാട്ടിൽ ഡബിൾ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന എല്ലാ സാധനവും ഇവിടെ ഹാഫ് എമൗണ്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ബാക്കിൽ ഫ്രണ്ടിലൊക്കെ ഇടാനായിട്ട് കുറേ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ബാക്ക് ടു ന്യൂഡൽഹിക്കായിരുന്നു ബസ് ബുക്ക് ചെയ്തത്. 950 റുപ്പീസ് ആയിരുന്നു ചാർജ് വന്നത്. എനിക്ക് മണാലിയിലെ 3 ദിവസത്തെ ഫുഡിന് 1500 രൂപയാണ് വന്നത്. ഓരോ ദിവസം 500 രൂപ വെച്ചിട്ടായിരുന്നു റേറ്റ് വന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ന്യൂഡൽഹിയിലെത്തി ഞാൻ അവിടുന്ന് താജ്മഹൽ കാണാനായിട്ട് ആഗ്രയ്ക്കാണ് പോയത്. ഇവിടുന്ന് എനിക്ക് 600 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് ട്രെയിനിൽ. അത് കഴിഞ്ഞ് അവിടുന്ന് എനിക്ക് ഊബർ ചാർജ് വന്നത് 100 റുപ്പീസ് ആയിരുന്നു. താജ്മഹൽ എൻട്രി ഫീ വരുന്നത് പെർ ഹെഡ് 50 റുപ്പീസ് ആണ്. താജ്മഹലിൽ ഓരോ സൈഡിലും നമുക്ക് ഓരോ ഗൈഡിനെയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അതിനൊന്നും നമ്മൾ വീണ് കൊടുക്കണ്ട കേട്ടോ. 650-750 രൂപയാണ് വരുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആഗ്രഹം പോകുമ്പോഴത്തേക്കിനും എല്ലാവരും കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് ആൾക്കാർ പറ്റിക്കും, പക്ഷെ നമ്മളതിന് വീണ് കൊടുക്കരുത്. ഇതുപോലെ കുറേ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് 500, 600, 700 രൂപയൊക്കെ അവർ പറയും. ഞാൻ ലാസ്റ്റ് ഈ ഒരു വീഡിയോ 200 രൂപയ്ക്കാണ് സെറ്റ് ചെയ്തെടുത്തത്. പക്ഷേ ഇതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ കാശിന് കൊള്ളത്തില്ലായിരുന്നു. എൻ്റെ കാശ് വെറുതെ പോയി. താജ്മഹലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബാക്ക് ടു റെയിൽവേ സ്റ്റേഷനാണ് വന്നത്. 100 റുപ്പീസാണ് ചാർജ് വന്നത്. അവിടുന്ന് നമ്മൾ ബാക്ക് ടു എറണാകുളത്തോട്ടാണ് വന്നത്. അത് മംഗളാദ്വീപ് എക്സ്പ്രസ് തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 2460 രൂപയായിരുന്നു.